ഇവര് അത് നമ്മളതാ. ഇത് നമ്മളാണ് വാങ്ങിക്കൊടുത്തത്. ഈ കയറും മരത്തിന് കെട്ടുന്നതാണ്. അതായത് ലോഡ് ടൈറ്റാക്കി കെട്ടുന്നതാണ്. ഇത് അവിടുന്ന് മുറിച്ചെടുത്തതാ അവര്. എന്നോ പറഞ്ഞു ഓഫീസർ. ഇത് എനിക്ക് കാണിച്ചു തരാതെ ഇന്റെ ലോറിന്റെ കയറിന്റെ വലുപ്പം മനാഫ് ഒന്ന് കാണിച്ചുകൊണ്ടായിരുന്നു. കുറെ കയർ അവിടെ ഇട്ടിനു ഒരു. നിങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പേ ഇന്ന പല ടെസ്റ്റിങ്ങും നടത്തിക്കുന്നു വരിക. ഞാൻ ഈ കയറിൻ്റെ വലുപ്പം കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്താണ്. ഇതാണ് എൻ്റെ കയറിൻ്റെ വലുപ്പം എന്നുള്ളത്. അതിന് ശേഷം ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇട്ട് അപ്പോൾ മൂപ്പരിട്ട് പോയതാണ്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ. നേവിക്ക് സംഘത്തിന് കിട്ടിയിട്ടുള്ള കയറാണ്. ആ അതെ. ഇതിൻ്റെ 2 എഡ്ജും കണ്ടോ ഒരു മുറിച്ചു കൊണ്ടുവന്നാ. ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന മുറിച്ചു കൊണ്ടുവന്ന. ഇത് ഇതിൻ്റെ 2 എഡ്ജും ഒരു മുറിച്ചു കൊണ്ടുവന്നാ. അതിപ്പോൾ മുറിച്ചതായിട്ട് തന്നെ അതിനകത്ത് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിൻ്റെ മുറിവാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ഇത് ഒരു തരാതെന്നതിന് എന്തുകൊണ്ട് എന്ന് അറിയില്ല. എന്നോട് ഈ കയറ് കാണിക്കുന്നതിന് മുമ്പേ എനിക്ക് കുറേ അളവിലുള്ള കയറ് ഒരു ഇവിടെ ഇട്ടെന്ന്. നമ്മൾ പോലും നോക്കണമല്ലോ. നമ്മൾ വെറുതെ നിങ്ങളൊക്കെ വരുന്നതിന് കുറച്ച് മുന്നേ ഇപ്പോൾ കുറച്ച് നേരം മുമ്പേ നിങ്ങളാരെയും വിളിക്കാതെ എല്ലാ ട്രെയിനിങ്ങും ഇവിടെ കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ് ഓരോ അറിയില്ല, എനിക്കറിയില്ല. ഈ ടയർ ഇപ്പം നിങ്ങളോട് സംസാരിച്ചും കൊണ്ട് അങ്ങനെയല്ല. ഒരു നോക്കിയതായിരിക്കും. റിസ്ക് എടുക്കണ്ടായല്ലോ ഓൽക്ക്. എനിക്ക് ഇതിൻ്റെ മുമ്പേ അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനാഫ് കൃത്യമായി പറയുന്നു ഇത് ബുള്ളറ്റ് ടാങ്കറിൻ്റേതാകാം, ഇത് ഭാരത് ബെൻസിൻ്റേതല്ല എന്നാണ് പറയുന്നത്. അർജുൻ്റെ ലോറിയുടെ ഭാഗമാണ് എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. മനാഫിലേക്ക് നമുക്ക് വീണ്ടും പോകണം. മനാഫിൻ്റെ കയ്യിലൊരു കയറുണ്ട്. അത് അർജുൻ ഈ തടികൾ കെട്ടിവെച്ചിരുന്ന കയറാണോ എന്നതറിയില്ല. അക്കാര്യത്തിലടക്കം സംസാരിച്ചു കഴിഞ്ഞു. ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് ഡ്രഡ്ജ് ചെയ്യുക. നമ്മൾ മരം കയറ്റുന്ന ഇതാണിത്. എന്തായാലും ഈ ഭാഗത്ത് സംശയിത്തക്ക രീതിയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നു അല്ലേ? ഇത് മുറിച്ചെടുത്ത ഭാഗം ഒരു മാർക്ക് ചെയ്തില്ല. എവിടുന്നായിരിക്കും മുറിച്ചെടുത്തിട്ടുണ്ടാവുക? ഒന്നും നമ്മളോട് പറയില്ല. ഒരു ഭയങ്കര ഇതാണ് പ്രശ്നം. ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് ഇപ്പോൾ അത്ഭുതമായി. ആ സാറിനോട് ആദ്യം ആ കയറെടുത്തോണ്ട് പറഞ്ഞ. അതായത് ഇപ്പോൾ നമുക്ക് ആദ്യം ജാക്കി കിട്ടി, ഇപ്പൊ അത് ഉറപ്പിക്കാൻ പറ്റുന്ന ഈ കയർ നമ്മൾ തന്നെ. ആണ് ഇത് ഓർക്ക് പോയെന്ന് ഓർക്ക് എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് മറച്ചു വെച്ചിട്ടാണ് ചോദിച്ചത്. സുജി, അതായത് ഈ പരിസരത്ത് ഇത്തരത്തിൽ ട്രക്കിൻ്റെതാണെന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസം ജാക്കി കിട്ടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു കയറിൻ്റെ ഭാഗം ലഭിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള ഒരു പരിശോധന ആ മേഖല കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന കയറും കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കിയും ഒക്കെ ലഭിച്ചിട്ടുള്ള ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് കൃത്യമായ തോതിലുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കൃത്യമായ തോതിൽ നേവിയാണ് അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേവിയുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ തോതിലുള്ള ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അവർ പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. എങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷനുകൾ നടക്കുന്നത് തന്നെയാണ്. നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അർജുൻ കല്യാട് കയറ് കാണിച്ചില്ലേ മനാഫ്? ആ കയറ് പൊട്ടിയ, അതായത് ഒരു ഭാഗമാണ്. ഈ തടികൾ അഴിഞ്ഞ് 8 കിലോമീറ്റർ അപ്പുറത്തൊരു തീരത്ത് ഒരു വീട്ടിൽ കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അന്ന്. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിലിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കയർ ഇത്തരത്തിൽ ഈ മണ്ണിൻ്റെ മേഖലയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ പിന്നീട് ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു കയർ ലഭിക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയാണ്. മനാഫ് അത് ഉറപ്പിച്ച് പറയുകയാണ്. ഈ കയർ കൃത്യമായ തോതിൽ
തോതിൽ ഇത് നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന കയർ തന്നെയാണ് എന്ന് മനാഫ് വ്യക്തതയോടുകൂടി പറയുകയാണ്. എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് വ്യക്തമായി കാണാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ആ കയർ, നേവിക്ക് കിട്ടിയിട്ടുള്ള കയർ. ആ കയറിൻ്റെ ഭാഗം രണ്ടറ്റത്തുനിന്ന് മുറിച്ചെടുത്താണ് അവർ കൊണ്ട് മണ്ണിനകത്തുനിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി കഴിയാത്തതുകൊണ്ട് തന്നെ മുറിച്ചെടുത്തതാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിൻ്റെ രണ്ടറ്റവും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കൃത്യമായ തോതിൽ മുറിച്ചെടുത്തതാണ്. ഇതാണ് ആ കയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വണ്ണവും വലിപ്പവും ഒക്കെ ആദ്യഘട്ടത്തിൽ ഈ മനാഫിനോടൊന്ന് ചോദിക്കുന്നതിന് വേണ്ടി ഇത് നിരവധിയായിട്ടുള്ള വണ്ണത്തിലുള്ള കയറുകൾ കാണിക്കുകയും അതിൻ്റെ ഭാഗമായി മനാഫ് ഇതേ വണ്ണത്തിലുള്ള മറ്റൊരു കയർ കാണിച്ചു കൊടുക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വസ്തു അവിടെ നിന്ന് ലഭിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മനാഫ് മേഖലയിൽ. അർജുൻ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ കയർ അത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നോ? അതായത് ഈ മണ്ണിനടിയിൽ പൂണ്ട് കിടക്കുന്ന എന്തോ ഒന്നിൽ കെട്ടിക്കിടന്നിരുന്ന ഒരു കയർ അവർ മുറിച്ചെടുക്കുകയായിരുന്നോ? എവിടെ നിന്നാണ് ഈ കയർ കിട്ടിയത്? സുജിയ, അത്തരത്തിൽ കെട്ടിയിട്ടതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നേവിയാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ എങ്കിൽ കൂടി അതിനകത്ത് അങ്ങനെ ഒരു കയറ് കിട്ടിയെന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ആ മേഖലയിൽ അത്തരത്തിലുള്ള ഒരു ഞാൻ ചോദിക്കാൻ കാര്യം അർജുൻ കല്യാട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡാണ്. അർജുൻ കല്യാട്, നമുക്ക് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. അതായത് ഈ കയർ അവർ ഇപ്പോൾ ആ മണ്ണിൽ കിടക്കുന്ന എന്തോ ഒന്നിൽ നിന്ന്, അതിൽ പുതഞ്ഞു കിടക്കുന്ന എന്തോ ഒന്നിൽ നിന്ന് മുറിച്ചെടുത്തതാണ് എങ്കിൽ ആ ട്രക്ക് മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടാകും. അതിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള തടി കഷ്ണങ്ങളാണ് ഒഴുകി വന്നത്. അതും 5-6 തടി മാത്രമാണ് അവിടെ കിടക്കുന്നത് നമ്മൾ കണ്ടത്. 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമീണ മേഖലയിലുള്ള ഒരു വീടിന്റെ ഓരത്താണ് നമ്മൾ ആ കറുത്ത PA1 എന്ന് രേഖപ്പെടുത്തിയ കറുത്ത തടി അത് കെട്ടിവെച്ചിരുന്ന കയറാണ് ഇപ്പോൾ അർജുന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത്, അർജുൻ കല്യാടിന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അർജുന്റെ ലോറി ഈ കയറ് കിട്ടിയ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നേവി അത് ലൊക്കേറ്റ് ചെയ്തു എന്ന സൂചനയാണോ? കാരണം അവരിപ്പോൾ തെരച്ചിൽ നടത്തുന്ന പോയിന്റുകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് 3ഉം ഈ ലോഹ ഭാഗം, അതായത് കഴിഞ്ഞ ദിവസം കിട്ടിയ ഹൈഡ്രോളിക് ജാക്കി കിടന്ന ഭാഗമാണ്. അർജുൻ, അതെ, നേരത്തെ തന്നെ മനാഫിൻ്റെ പ്രതികരണത്തിൽ തന്നെ അക്കാര്യങ്ങളെല്ലാം വ്യക്തമായതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കി കിട്ടിയതിൻ്റെ ഏകദേശം ആ പരിസരത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇതേ കയറും ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നേവി അതിനകത്ത് ഏതാണ് കൃത്യമായ സ്പോട്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അവർ ഒരുപക്ഷെ ആ മേഖലയിൽ നേരത്തെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മനാഫിൻ്റെ പ്രതികരണം തേടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു ലോഹഭാഗം നേവിക്ക് ലഭിച്ചിട്ടുള്ളതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരു നേവിയുടെ ബോട്ട് ഇപ്പോഴും ആ ഗംഗാവാലി പുഴയിൽ തുടരുന്നതാണ്. ഉച്ചഭക്ഷണത്തിന് ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകുന്നൊരു ഘട്ടത്തിൽ പോലും ആ ബോട്ട് അവിടെ തുടരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുമാണ്. അപ്പോൾ ഒരുപക്ഷെ ആ മേഖലയിലായിരിക്കാം ഈ പറയുന്ന രീതിയിൽ ഒരു കയർ ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് അർജുൻ്റെ വാഹനത്തിൽ കെട്ടിയ കയറാണ് എങ്കിൽ അത് വലിയൊരു ലീഡാണ്, നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ്. കൃത്യമായ തോതിൽ മനാഫ് ഇതിനകത്തൊരു സ്ഥിരീകരണം നൽകുന്നു. മനാഫ് ഈ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നേവി കൃത്യമായ തോതിൽ മനാഫിനെ ബന്ധപ്പെട്ട് പല വണ്ണത്തിലുള്ള കയറുകൾ കാണിച്ച് ഇതിൽ ഏത് വണ്ണത്തിലുള്ള കയറാണ് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനാഫ് ഇതേ വണ്ണത്തിലുള്ള കയർ കാണിച്ചു നൽകിയപ്പോൾ മാത്രമാണ് മനാഫിന് അവിടെ നിന്നും ഈ വെള്ളത്തിനടിയിൽ നിന്നും മുറിച്ചെടുത്തിട്ടുള്ള ഈ കയർ നൽകിയിട്ടുള്ളത്. അത് പ്രധാനമായ ഒരു ലീഡ് തന്നെയാണ്. ഒരുപക്ഷെ ആ മേഖലയിൽ വാഹനമുണ്ടാവുക അല്ലെങ്കിൽ തടി ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഒഴുകിപ്പോകുന്നവർക്ക് പ്രദേശവാസികൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ കയർ അവിടെ മണ്ണിലും ചെളിയിലും ഒക്കെ പുതഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയോ ചെയ്തപ്പോൾ അത് വലിച്ചെടുക്കുന്നതിൽ നേവിക്ക് പ്രയാസം നേരിട്ടപ്പോഴാണ് ഇത് മുറിച്ചെടുത്തത്. അതായത് നമുക്കിത് കൊടുക്കാമോ? തടികെട്ടിയ കയർ, ഇതിന്റെ രണ്ട് ഭാഗവും, അതായത് തടികെട്ടിയ കയർ മുറിച്ചെടുത്ത് നേവി കൈമാറുകയും അത് മനാഫ് ഉറപ്പിക്കുകയും ചെയ്തു, അങ്ങനെയല്ലേ അർജുൻ? മനാഫിന്റെ സ്ഥിതി മനാഫ് തീർച്ചയായിട്ടും മനാഫ് അതിനകത്തൊരു സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇതേ വണ്ണത്തിലുള്ള ഇതേ കയർ തന്നെയാണ്, ഇതേ രീതിയിലുള്ള കയർ തന്നെയാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിൽ മനാഫ് ഒരു സ്ഥിരീകരണം നൽകുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ലീഡ് ലഭിച്ചിരിക്കുന്നു. കൃത്യമായ തോതിൽ ഈ അർജുൻ്റെ വാഹനത്തിൽ കെട്ടിയ കയറാണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇനി ഈ ഗംഗാവാലി പുഴയിൽ തിരച്ചിലിന് ശേഷം അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ ഈ നേവിയുടെ സംഘം അവിടെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരു പരിശോധന അവിടെ നടത്തും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഏതൊരു
ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ തടികെട്ടിയ കയറ് എന്ന രീതിയിലുള്ള മനാഫിൻ്റെ സ്ഥിരീകരണം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ള തടികെട്ടിയ കയറ് നേവിയുടെ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ വിശദമായ തോതിലുള്ള ഒരു പരിശോധന ആ മേഖലയിൽ നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഈ കയറും, അല്ലെങ്കിൽ അതിനു ചുറ്റിപ്പറ്റിയുള്ള അധിക ദൂരമല്ലാത്ത